നമസ്കാരം. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജിൻ സ്കറിയക്കെതിരായ ആക്രമണത്തിലെ ഡിവൈഎഫ്ഐ ഗൂഢാലോചന പുറത്ത്. പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ഷാജിൻ സ്കറിയ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നഗരത്തിലെ മങ്ങാട്ടുകവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TA നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്തായിരുന്നു ആക്രമണം. മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജിന്റെ കാറിൽ മറ്റൊരു ദാർ ഇടിച്ചു. തുടർന്ന് കാർ നിർത്തിയ ഷാജിനെ കാറിനുള്ളിൽ വെച്ച് തന്നെ 4 സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിച്ചു. മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥയിലായിരുന്നു ഷാജിൻ സ്കറിയ. തൊടുപുഴ SHO S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും തുടർന്ന് മാറ്റുകയായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 4 പേരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചുവെന്നാണ് തൊടുപുഴ SHO പറഞ്ഞത്. ഷാജിൻ സ്കറിയ എത്തിയതറിഞ്ഞ് ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനു പിന്നിൽ വ്യക്തമായ ആസൂത്രണം നടന്നു. ക്വാറി നടത്തുന്ന വാട്ടർ അതോറിറ്റി കരാറുകാരനെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചത്. ഡിവൈഎഫ്ഐയുടെ ഉന്നതതല ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടായിരുന്നു. പ്രതികളെ ഇനിയും പിടികൂടിയിട്ടില്ല. അതിനിടെ ആക്രമണത്തെ നടൻ സന്തോഷ് പണ്ഡിറ്റും അപലപിച്ചു. ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടണമെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചത്. സന്തോഷ് പണ്ഡിറ്റിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: മറുനാടൻ മലയാളി എന്ന പ്രമുഖ ഓൺലൈൻ ചാനൽ ഉടമയും മാധ്യമപ്രവർത്തകനുമായ ഷാജിൻ സ്കറിയ ജിക്ക് നേരെ അജ്ഞാതരുടെ ആക്രമണമുണ്ടായി എന്ന വാർത്തയറിഞ്ഞ് അപലപിക്കുന്നു. അദ്ദേഹത്തെ പരിക്കുകളോടെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗെറ്റ് വെൽ സൂൺ ഡിയർ. ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടണം. അവരുടെ ചാനലിൽ കൊടുത്ത വാർത്തകളിൽ പ്രതിഷേധമുണ്ടെങ്കിൽ അതിനെ മാന്യമായ വാക്കുകൾ കൊണ്ട് എതിർക്കണം. പരിധി വിട്ട വാർത്തയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് കൊടുക്കാം. അല്ലാതെ പതിയിരുന്ന് അടിക്കുകയല്ല വേണ്ടത്. അത് ഇനി ഏത് മാധ്യമപ്രവർത്തകനായാലും എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി ഇടുക്കി മങ്ങാട്ടുകവലയിൽ വെച്ചാണ് ഷാജിൻ സ്കറിയയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. വിവാഹവേദിയിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ ആരോ തന്നെ പിന്തുടരുന്നത് ഷാജിൻ സ്കറിയയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയിരുന്നത്. അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജിൻ സ്കറിയയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ച് മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത്. ഷാജിൻ സ്കറിയ വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ നടന്ന ശ്രമത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സംഭവം അത്യന്തം ഞെട്ടൽ ഉളവാക്കുന്നതാണെന്നും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം ശാരീരിക ആക്രമണം ജനാധിപത്യ രാജ്യത്ത് വെച്ച് പുറപ്പിക്കാനാവില്ലെന്നും സംഘടന പ്രസ്താവനയിൽ വ്യക്തമാക്കി. കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ ഷാജിൻ സ്കറിയ നിലവിൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. ഷാജിൻ സ്കറിയയ്ക്ക് നേരെ നടന്ന അക്രമത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ കോം ഇന്ത്യ പ്രസിഡന്റ് സാജ് കുര്യനും ജനറൽ സെക്രട്ടറി KK ശ്രീജിത്തും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമായി സംഭവത്തെ കാണാൻ കഴിയുകയുള്ളൂവെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. ഷാജിൻ സ്കറിയയ്ക്ക് ഇടുക്കിയിൽ വെച്ചാണ് സംഘത്തിന്റെ മർദ്ദനമേറ്റത്. മങ്ങാട്ടുകവലയിൽ വെച്ച് വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘം ആസൂത്രിതമായി മർദ്ദിക്കുകയായിരുന്നു. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. അതേസമയം കേസിലെ പ്രതിയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. ഇടുക്കിയിലെ പ്രമുഖ നേതാവിന്റെ സംരക്ഷണയിലാണ് എല്ലാത്തിനും നേതൃത്വം നൽകിയ വ്യക്തി. അക്രമിയെ പിടിക്കാൻ പോലീസ് മതിയായ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതിയും സജീവമാണ്. തൊടുപുഴ സ്മിത ആശുപത്രിയിലാണ് ഷാജിൻ സ്കറിയ നിലവിൽ ചികിത്സയിലുള്ളത്. ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ്. CPM സൈബർ ഗുണ്ടകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യ വെല്ലുവിളി തുടരുകയാണ്. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ സംഭവത്തിലെ ഗൂഢാലോചന പുറത്തു പറയുമെന്ന് മുഖ്യപ്രതി വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ സഹായത്തോടെ മുൻകൂർ ജാമ്യത്തിനും ഇയാൾ ശ്രമിച്ചേക്കും. ഷാജിൻ സ്കറിയ ആക്രമിച്ചത് CPM പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ നേതൃത്വത്തിലെ DYFI ഗുണ്ടകളാണെന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു.